السلام عليكم ورحمة الله. إفادة حديث كلاس 101. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد, സക്കാത്തിലെ വിഷയത്തില് പിന്നെ ധാന്യത്തെ, ഹണ്ണു ഹമ്പലുടെ, അതുപോലെ ബംഗാറ് വെള്ളി, പൈസ സക്കാത്ത് ചെറിയ രൂപത്തിൽ നമ്മൾ വിശദീകരിച്ച. ഇപ്പൊ കച്ചവടത്തെ സക്കാത്ത്, ಅದಕ್ಕೆ മുന്നുള്ള മൃഗത്തെ സക്കാത്ത് അതും കൊടുക്കണം. മൃഗത്തെ സക്കാത്ത് ചെന്നെങ്കിൽ 5 ഒണ്ട ഒരാളെ കയ്യിലുണ്ടുണ്ടായെങ്കിൽ, ഇപ്പൊ ഞങ്ങൾ ഇന്ത്യത്തിലുള്ള അത് പിന്നെ പ്രാക്ടിക്കൽ അല്ല, 5 ഒണ്ട ഒരാളെ കയ്യിലുണ്ടെങ്കിൽ ഒരാട് കൊടുക്കണം. 5 25 ഒണ്ട തോളം 5 ഒരാട് പോലെ കൊടുത്തോണ്ട് പറഞ്ഞു. പിന്നെ 5 ഒണ്ടയുടെ വിഷയമാണ് ഇപ്പൊ ചൊന്നെ. 40 ആട് ഒരാളെ കയ്യിൽ ഒരു വർഷം ഉണ്ടായെങ്കിൽ 40 ആടുക്ക് ഒരാട് പോലെ 121 ആട് തോളം ഒരാളൊട്ടിക്ക് ഉണ്ടെങ്കിൽ ഒരേ ആട് കൊടുത്തെങ്കിൽ അതിൽ പിന്നെ ആടിങ്ങനെ ഏറാൻ കൊണ്ടു 30 പൈൻ കൊണ്ടുണ്ടായെങ്കിൽ ഒരു ഒരു പശുക്കുട്ടി എന്താക്കണോ സക്കാത്ത് കൊടുക്കണം. അത് ഓണ് സ്വന്തം പുല്ലെല്ലാം ഇട്ടിട്ട് ബലത്തര ജീവിങ്ങൾക്ക് സക്കാത്തില്ല. അത് സാധാരണ പോയിട്ട് മേഞ്ഞി തിന്നിറങ്ങിയത്തെ ജീവിങ്ങാണ്ടായെങ്കിൽ അതുകൊണ്ടുണ്ടായെങ്കാണ് സക്കാത്ത് കൊടുക്കണേ. പിന്നെ ഉള്ളത് കച്ചവട സക്കാത്ത്. ഈ കച്ചവട സക്കാത്ത് ചൊല്ലതില് ഇപ്പൊ ഞങ്ങൾ നിശ്ചിത വസ്തുക്കളെ സക്കാത്ത് വിശദീകരിച്ചിട്ട് കച്ചവട സക്കാത്തിന് ഓൺ എന്തൊരു കച്ചവടാക്കിയും അതൊക്കെ സക്കാത്തിക്കും. ഇപ്പൊ ഭൂമിക്ക് സക്കാത്തില്ല, ഒരാൾ ഭൂമി കച്ചവടാക്കുന്നുണ്ടായെങ്കിൽ വർഷമാകുമ്പോ അവർക്ക് സക്കാത്ത് കൊടുക്കണുള്ളൂ. ബിൽഡിംഗ് എന്തില്ല സക്കാത്തില്ല. ബിൽഡിംഗ് ഒരാൾ കച്ചവടാക്കുന്നുണ്ടായെങ്കിൽ അതിക്ക് സക്കാത്ത് കൊടുക്കണുള്ളൂ. തീരെ സ്വത്തുക്ക് സക്കാത്തില്ല, ഔത്തുകല്ല സക്കാത്തില്ല. ഒരാൾ വലിയ അവകെട്ടിട്ടുണ്ടായെങ്കിൽ ഔത്ത് സക്കാത്ത് കൊടുക്കൊണ്ടിട്ടില്ല. ഒരാൾ കച്ചവടാക്കിട് ഏതിലും കച്ചവടം വന്നിട്ടുണ്ടായെങ്കിൽ അതിൽ സക്കാത്ത് കൊടുക്കണുള്ളൂ. അപ്പൊ കച്ചവടം തുടങ്ങിയിട്ട് ഒരു വർഷം പൂർത്തിയാവുമ്പോ 595 ഗ്രാം വെള്ളിയുടെ മൗല്യത്തെ പൈസ, അതുപോലെ അയാളൊട്ടിക്ക് സ്വത്ത് ഉണ്ടുണ്ടായെങ്കിൽ അതിൽ കണക്കാക്കിയിട്ട് സക്കാത്ത് കൊടുക്കണം. ഉദാഹരണത്തിന് മുഹറം 1 കാണും ഒരാൾ കച്ചവടം തുടങ്ങണേ എങ്കിൽ അടുത്ത മുഹറം 1 അയാളെ ആ അങ്ങടിയിൽ ഉള്ള ഉപകരണമെല്ലാം വിട്ടിട്ടു, ത്രാസ് പിന്നെ ടേബിൾ അതെല്ലാം ബാക്കി ഉപകരണം അതെല്ലാം വിട്ടിട്ടു അയാൾ കച്ചവടാക്കണമെങ്കിൽ സാധനം സ്വത്തും ആ സ്വത്തും പിന്നെ അയാൾക്ക് കിട്ടിയ ലാഭം അപ്പൊ അയാളെ കയ്യിലുള്ളതും ഇനി പുറത്ത് അയാൾ കിട്ടുകയുള്ള പൈസ ഇതെല്ലാം ഒന്ന് കണക്കാക്കണം. കണക്കാക്കി നോക്കുമ്പോ 595 ഗ്രാം വെള്ളിയുടെ പൈസ അഥവാ 26,000 ഉദാഹരണത്തിന് അത് അയാളൊട്ടിക്ക് ഉണ്ടുണ്ടായെങ്കിൽ അതിര സക്കാത്ത് 2% അയാൾ കൊടുക്കണം. അത് പിന്നെ ബംഗാറ് വെള്ളിയുടെ പോലെ ഒരു വർഷം പൂർത്തി നിസാബ് ഉണ്ടാവുന്നിട്ടില്ല. ഉദാഹരണത്തിന് അയാൾ കച്ചവടം തുടങ്ങിയത് വെറും 50 ഉറുപ്പ് പിടിച്ചിട്ടാണ് കച്ചവടം തുടങ്ങിയത്. ഇന്റെ അത് 50 ആക്കായത് എങ്കിൽ കച്ചവടം തുടങ്ങുമ്പോൾ തന്നെ 50 ഉറുപ്പ് അല്ല ഇന്നേന്ന് ചെന്നിട്ട് നോട്ടയില്ല. കച്ചവടത്തോടെ പരിഗണിക്കുന്നവിടെ ആഖിറുൽ ഹൗൽ അവലുൽ ഹൗൽ അല്ല, കൊല്ലത്തെ അവസാന വർഷത്തെ ലാസ്റ്റാണ് പരിഗണിക്കുന്നത്. അപ്പൊ വർഷ ലാസ്റ്റിക്ക് സക്കാത്ത് നിർബന്ധമായ കണക്ക് ഒരാളോട്ട് ഉണ്ടുണ്ടായെങ്കിൽ അയാൾ എന്താക്കണം, സക്കാത്ത് കൊടുക്കണം. പിന്നെ അയാൾക്ക് കിട്ടണായ കടയ്ക്ക് അത് ഈ കണക്കിൽ പരിഗണിക്കണം. അയാള് അവിടെ വ്യാപാര സരക്കു അല്ലാത്ത പിന്നെ തുലാസ്, അതിലെ റൂമ്, മേജ്, ഫർണിച്ചർ അതെന്തും ഇതിൽ വേണ്ടില്ല, ഈ മൗല്യക്ക് കൂട്ടില്ല. പിന്നെ ഇനി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ ഭൂമി കച്ചവടാക്കുന്നുണ്ടായെങ്കിൽ അതൊക്കെ എന്താക്കണോളൂ സക്കാത്ത്, ഭൂമി കച്ചവടാക്കുന്നുണ്ടായെങ്കിൽ സക്കാത്ത് കൊടുക്കണോളൂ. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സക്കാത്ത് എവിടെ കൊടുക്കണം, സ്വത്ത് എവിടെ ഉള്ളേ അവിടെമേ സക്കാത്ത് കൊടുക്കലാണ് നല്ലത്. പിന്നെ ഇനി സ്വത്തുള്ള റായത്ത് സ്ഥിരവാസിങ്ങൾ ഉള്ളവർ, അവിടെ പാർക്കട ആൾമാർ, പിന്നെ അവിടെ ബന്ന ആൾമാർ ഉള്ളവർ, അതിൽ ആറ് കൊടുക്കണം ചെന്നെങ്കിൽ ആർക്കും കൊടുക്കാം. റായത്തുള്ള മിനൽ മുഖീമീന ബിൽ ബലദി വൽ ഖുറബായി, റായത്ത് പാർക്കടക്കും കൊടുക്കാം, വിദേശിങ്ങ റായത്ത് വന്നിട്ടിന്നാരെങ്കിലും അങ്ങനെ കൊടുക്കാം. ഉദാഹരണം മൈക്കാലത്ത് അണ്ണാണ് സക്കാത്ത് കൊടുക്കുക. അപ്പൊ റായത്ത് ഒരാൾ മൈക്കാലത്ത് വന്നിട്ടുണ്ടായി അവൻ പാവപ്പെട്ടവനൊക്കെ ഉണ്ടായെങ്കിൽ അവന് സക്കാത്ത് കൊടുക്കാം. റായത്തെ സ്ഥിരവാസിങ്ങൾ കൊടുക്കലായിട്ട് അഫ്ദൽ, കാരണം ലിയന്നഹും ജീറാനും ഉണ്ടാച്ചുള്ള അങ്ങ് ആ സ്വത്ത് അയൽവാസിങ് ആയിട്ട് കിടാറ്, അതുകൊണ്ട് അങ്ങ് സക്കാത്ത് കൊടുക്കണം. പിന്നെ എവിടെ കൊടുക്കണമെന്ന് വിശദീകരിച്ചിട്ട് സ്വത്ത് ഒരു പക്കമുള്ള ഓണൊരു പക്കമുള്ള ഉണ്ടായെങ്കിൽ സ്വത്ത് ഉള്ള റായത്താണ് പരിഗണിക്കണത്. ഇനി ഒരാള് മറുഭൂമിയിലാണ് ഒരാൾ കച്ചവടാക്കുന്നത്. ഉദാഹരണത്തിൽ മറുഭൂമിയിൽ ആടുണ്ട്, ഒരാൾ ആട് വളർത്തിയുണ്ടുണ്ട് എങ്കിൽ അവിടെ ആറും അത് വാങ്ങുക ഇക്കലാണ്ടായെങ്കിൽ നബിമാം റൗദത്തിൽ ചൊല്ലു സുരിഫ ഇലാ ഫുഖറായി അഖ്റബിൽ ബിലാദിലെ അതൊക്കെ മുട്ട ഉള്ള റായത്ത് കതിരം മടക്കാണ്ട്. ഇനി ഒരാൾ ഒരു സ്ഥിര ജാഗയിൽ കച്ചവടാക്കലല്ല, നടന്നുകൊണ്ട് കച്ചവടാക്കടേ, താജിറൻ മുസാഫിറ ബണ്ടിയിലെ യാത്ര ഇങ്ങനെ നടന്നുകൊണ്ട് കച്ചവടാക്കണ്ടെങ്കിൽ സുരിഫ ഹൈതു ഹാലൽ ഹൗലു, റായത്ത് എത്തിയപ്പോഴാണ് വർഷം ഇറങ്ങിയത്, റായത്ത് എത്തിയപ്പോ വർഷ അവിടെ പൂർത്തിയായി എങ്കിൽ ആ റായത്ത് എന്താക്കണം, അവനും സക്കാത്ത് കൊടുക്കണം. ഇനി അങ്ങനത്തെ ചില്ലറ ചില മസാലാണ് വിശദീകരിക്കല്. പിന്നെ സാലറിക്ക് സക്കാത്തുണ്ടാണ് കുറെ ആൾമാർ കേൾക്കാറ്. സാലറി എന്തില്ല സക്കാത്തില്ല. സാലറി അങ്ങനെ നിപ്പാട്ടി വെച്ചിട്ട് ഒരു വർഷം കൊണ്ടിട്ട് സക്കാത്ത് നിർബന്ധമായ കണക്ക് ഉണ്ടുണ്ടായെങ്കിൽ അതൊക്കെ ഒരു വർഷം പൂർത്തിയായെങ്കിൽ എന്താക്കണോ അതൊക്കെ സക്കാത്ത് കൊടുക്കണോളൂ. പിന്നെ വ്യാപാരാക്കണമെങ്കിൽ സൂപ്പർ മാർക്കറ്റ് അത് ഇതെല്ലാം ഉണ്ടല്ലേ, അതും അങ്ങനെ അവിടെ ഉപകരണം ഒന്നും നോക്കാണ്ട് അതൊക്കെ ഒരു വർഷമായിട്ടാകുമ്പോ അവന്റെ അങ്ങനെയുള്ള സ്വത്ത് പരിഗണിക്കണം.
ബാക്കി പൈസ നോക്കണം, അതെല്ലാം നോക്കിയിട്ട് കൊടുക്കണം. പിന്നെ ഫർണിച്ചർ ಅದಕ್ಕೆ ಇದಕ್ಕೆന്നും സക്കാത്തില്ല. വാഹന ಅದಕ್ಕೆന്നും സക്കാത്ത് കൊടുക്കണുണ്ടില്ല. ഇനി എങ്ങനെയാണെന്ന് ചൊന്നെങ്കിൽ ഒരാളൊട്ടിಗೆ ഒരാൾക്ക് കട കിട്ടുന്നുണ്ട്. ഉദാഹരണത്തിന് ഞാൻ ഒരാൾക്ക് 10 ലക്ഷം കട കൊടുത്തിട്ടായെങ്കിൽ ഞാൻ എന്താക്കണം, വർഷാകുമ്പോ ആ 10 ലക്ഷം സക്കാത്ത് ഞാൻ കൊടുക്കണം. കാരണം കട കൊടുത്തെങ്കിൽ നന്റെ ഒട്ടിಗೆ അത് ഒരു വർഷം ഉള്ള പോലെ 10 ലക്ഷം ഇപ്പൊ നന്റെ കയ്യിലില്ല എന്ന് ചൊന്നൊരു കാര്യമില്ല, അത് ഞാൻ സൂക്ഷിച്ചു വെച്ച പോലെ അവിടെ 10 ലക്ഷം പിന്നെ ഒരാൾക്ക് ഞാൻ കട കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊടുത്തിട്ട് നന്റെ ഒട്ടിಗೆ ഒരു വർഷം അത് ഉള്ള പോലെ ആയിട്ട്, അപ്പൊ ಅದಕ್ಕೆ ഒരു വർഷം പൂർത്തിയാകുമ്പോൾ സക്കാത്ത് ನಾನು കൊടുക്കണം. ഇനി കട എടുത്ത ആള് 10 ലക്ഷം ചെലവാക്കാണ്ട് ഒരു വർഷം വെച്ചാണ്ട് വരിക ഉദാഹരണത്തിന്, എങ്കിൽ അവനും എന്താക്കണം, അതിലെ സക്കാത്ത് കൊടുക്കണം അവള്. ഇനി കട കിട്ടുന്ന പരീക്ഷമേല കിട്ടാത്ത കട അത് എങ്കിൽ കിട്ടിയപ്പോ കൊടുക്കണം. കിട്ടിയപ്പോ എന്താക്കണം, സക്കാത്ത് കൊടുക്കണം. ഒരാൾക്ക് 10 ലക്ഷം 2006 ഒരാൾക്ക് കൊടുത്തിട്ടുണ്ട് വരിക ഉദാഹരണം. 2016 ഇത് ഇന്ത് തോല കട കിട്ടില്ല. അങ്ങനെ 2016 ഒരു ഡേറ്റ് എന്താക്കിയിട്ട് അയാൾക്ക് ഈ 10 ലക്ഷം കട തിരിച്ചു കിട്ടിയിട്ട് ഇയാൾ വിചാരിച്ചതല്ല കിട്ടും എങ്കിൽ 10 വർഷത്തെ സക്കാത്ത് ഇയാൾ കൊടുക്കണം. 10 വർഷത്തെ സക്കാത്ത് എങ്ങനെ കൊടുക്കണം എന്ന് ചെന്നെങ്കിൽ ഓരോ വർഷത്തും 10 ലക്ഷം. 2006 ഇയാൾ 10 ലക്ഷം സക്കാത്ത് കൊടുക്കണം. 6 കണക്കാക്കിയിട്ട് 10 ലക്ഷം. 2007 ഇയാൾ 10 ലക്ഷം സക്കാത്തെ കൊടുക്കണം. കാരണം 2006 10 ലക്ഷം ഞാൻ കോരിയ കൊടുത്തതിന് ചെന്നിട്ട് മൈനസ് ആക്കുവാവില്ല. എല്ലാ പക്കവും പാവത്തങ്ങളെ പരിഗണിക്കരുത്. 2007 10 ലക്ഷം, 2008 10 ലക്ഷം സക്കാത്ത് കൊടുക്കണം. 2009 10 ലക്ഷം സക്കാത്ത് കൊടുക്കണം. അങ്ങനെ വന്നിട്ട് 2016 വരെ 10 ലക്ഷത്തെ സക്കാത്തും കൊടുത്തോണ്ടേ വേണം. കാരണം 10 വർഷം കൊണ്ടൊട്ടിಗೆ ഈ 10 ലക്ഷം ഇൻത്ത്. പിന്നെ കട കൊണ്ടുണ്ടായെങ്കിൽ വലായം ദൈനു സക്കാത്താണ്ട് കട സക്കാത്തിന് തടയില്ല. അപ്പൊ അതുകൊണ്ട് കട കൊണ്ടുണ്ടായെങ്കിൽ എന്താക്കും, ഉണക്ക് കുറെ സക്കാത്ത് നിർബന്ധമായിട്ട് ഉദാഹരണത്തിന് 1 ലക്ഷം പൈസ കൊണ്ടൊട്ടി ഒരു വർഷം ഇൻത്ത് 1 ലക്ഷം വേറെ കട കൊണ്ടുണ്ട് വരിക എങ്കിൽ ഈ കട ഈ സക്കാത്തിന് തടയില്ല. ഈ കട സക്കാത്തിന് പൈസ അത് പാവത്തങ്ങൾ അവകാശം അങ്ക് അത് കൊടുത്തിട്ടേ തീരും. പിന്നെ എന്തിനാ വെച്ചെന്നെങ്കിൽ പിന്നെ ഒരാള് ബാഡിಗೆ കട്ടട എടുത്തിരുമ്പോ കട്ടടം ഉണ്ടായല്ലോ അതിലിങ്ങനെ ബാഡിಗೆ എന്താക്കിക്കൊണ്ടുണ്ടോ സക്കാത്ത് കൊടുത്തോണ്ടുണ്ട് എങ്കിൽ ಅದಕ್ಕೆ സക്കാത്തുണ്ട്. ಅದಕ್ಕೆ സക്കാത്ത് ഇല്ല, ആ ബാഡികയുടെ പൈസ ഇയാളൊട്ടിಗೆ ഒരു വർഷം ഇയാൾ സ്റ്റോക്ക് ആക്കി വെച്ചിട്ടുണ്ടായെങ്കിൽ ಅದಕ್ಕೆ എന്താക്കണം, സക്കാത്ത് കൊടുക്കണം. ഇനി മേൽബാഡിಗೆ ഉദാഹരണത്തിന് ഒരാളെ മാലിക്കടെ കയ്യിൽ ഞാൻ ബാഡിಗೆ എടുത്തെ എന്നിട്ട് ഞാൻ അതിൽ വേറെ ആൾക്ക് മേൽബാഡിಗೆ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കച്ചവട പോലെ ആയിട്ട് ആ കച്ചവടാക്കി നക്ക് കിട്ടിയ പൈസ അത് വർഷത്തിൽ കഴിയുമ്പോ മേൽബാഡിಗೆ കൊടുത്തിട്ട് ನಾನು ವರ್ಷಕ್ಕೆ ಅದು ಕಚ್ಚವಡ പോലെ കച്ചവടമാകുമ്പോ അങ്ങനല്ല ഒരു വർഷം പൂർത്തി പൈസ വേണമെന്നില്ല. വർഷത്തെ ലാസ്റ്റിക്ക് ഈ പൈസ സക്കാത്ത് നിർബന്ധം അവിടെ കണക്കിൽ ഉണ്ടുണ്ടായെങ്കിൽ ಅದಕ್ಕೆ എന്താക്കണം, അവിടെ സക്കാത്ത് കൊടുക്കണം. അങ്ങനെ സക്കാത്ത് സംബന്ധമായ ധാരാളം മസാല ഉണ്ട്. പിന്നെ വ്യാപാര ഏത് വിഷയ വ്യാപാರ ആക്കടാണ്ടായെങ്കിലും ഞങ്ങൾ എന്താക്കണം, സക്കാത്ത് കൊടുക്കണം. ഇനി സക്കാത്ത് ആർക്കെല്ല കൊടുക്കണം എന്നുള്ളത് വിശദീകരിക്കാം. സക്കാത്ത് ആർക്കെല്ല കൊടുക്കണം. ഇസ്ലാം പരിശുദ്ധമായ ഖുർആൻ വ്യക്തമായിട്ട് 8 വിഭാഗത്തെ സക്കാത്ത് കൊടുക്കണം എന്നത്. ഇന്നമ സ്വദഖാത്തു ലിൽ ഫുഖറായി വൽ മസാകീനി വൽ ആമിലീന അലൈഹ വൽ മുഅല്ലഫതി ഖുലൂബുഹും വഫി റിഖാബി വൽ ഗാരിമീന വഫി സബീലില്ലാഹി വബ്നി സബീൽ ചൊന്നിട്ടു അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് പഠിപ്പാട്ടിക്കൊണ്ടുള്ള. ഒന്നാമതായിട്ട് ഫക്കീർ സക്കാത്ത് കൊടുക്കണം. ഫക്കീർ ദരിദ്രം ഉള്ളെങ്കിലത്തെ ആൾ ചെന്നെങ്കിൽ ഉദാഹരണത്തിന് ഒരാൾക്ക് 100 രൂപ ഒരു നാൾ അകത്യൊന്നും വരിക്കാം, അവനക്ക് 100 രൂപ കിട്ടില്ല, വെറും 10 രൂപ മാത്രമേ കിട്ടില്ല, അല്ലെങ്കിൽ 20 രൂപ കിട്ടില്ല എങ്കിൽ അവന്റെ ആവശ്യത്തിന് തീരെ അത് തികയില്ല. അതുകൊണ്ട് അവന് ഫക്കീർ ലിസ്റ്റിൽ പെടുക, അവനക്ക് സക്കാത്ത് കൊടുക്കണം. രണ്ടാമത് മിസ്കീൻ ചെന്നെങ്കിൽ അതെ ഒരാൾക്ക് ഒരു നാൾക്ക് 100 രൂപ വേണം ಖರ್ಚಿಗೂ, അയാൾക്ക് 100 രൂപ കിട്ടില്ല, അയാൾക്ക് വെറും 80 രൂപ 90 രൂപ കിട്ടേ, പക്ഷെ അഡ്ജസ്റ്റ് ആയിട്ട് പോണ്ടു, അയാളാണ് മിസ്കീന് ചൊല്ലേ. പിന്നെ ഉള്ളത് ആമിലും ചെന്നെങ്കിൽ ഞങ്ങളെ ഇന്ത്യ പോലത്തെ രാജ്യത്തിൽ ആമിലിങ്ങളെ കാണാൻ സാധ്യതയില്ല. ഇമാം സക്കാത്ത് സംഗ്രഹ ಹಾಕುವು ಬೇನಾയിട്ട് ഏൽപ്പിച്ചെങ്കിൽ ആൾമാർ അത് ഇസ്ലാമിക് ഭരണം ഉള്ളെങ്കിൽ രാജ്യത്തിലെ അത് ഇക്കടെ അതാണ് ആമിൽ. പിന്നെ നാലാമത് പുതു മുസ്ലിം ചെന്നെങ്കിൽ 2 ടൈപ്പിൽ വിശദീകരിക്കാം. ഇസ്ലാമി സിദ്ധാന്തത്തെ ശരിക്കും അത് ശരിയിട്ട് മനസ്സിലാക്കിയത് ധർമ്മത്തിന് കൂടുകു സിദ്ധത്തിലുള്ളെങ്കിൽ ആള് നവമുസ്ലിമിൽ പെട്ടു വന്നു. രണ്ടാമത് ഇസ്ലാം സ്വീകരിച്ചത് വിശ്വാസ ഗട്ടിയായിട്ടില്ല, അയാളും നവമുസ്ലിമിൽ പെട്ടു. അതായത് അല്ലാണ്ട് എപ്പമോ ഇസ്ലാമായ ഒരാൾ ഒരു 50 വർഷം മുന്നുള്ള ഒരാൾ മുസ്ലിം ആയിരുന്നെങ്കിൽ അയാൾക്ക് ഇപ്പൊ നവമുസ്ലിമിൻ ചൊല്ല പേരിൽ സക്കാത്ത് കൊടുക്കണമെന്നില്ല. പിന്നെ അഞ്ചാമത് കടക്കാർ ഗാരിമീൻ. കടക്കാരൻ ചൊല്ലുമ്പോ ഇസ്ലാം അനുമതിച്ച തെരലു, ഇസ്ലാം അനുമതിയാക്കിയ അഗത്യത്തിന് വേനായിട്ട് കട
എടുത്തിട്ട് ഇന്ന് സന്തായാക്കുകളെ കൊണ്ട് സാധ്യമായിട്ടില്ലാണ്ടായെങ്കിൽ അങ്കെന്താക്ക സക്കാത്ത് കൊടുക്കാം. ഇനി വേറൊരാളെ അഗത്യത്തുക വേനായിട്ട് ഒരാൾ എന്താക്കി ഒരാളെ നന്നാക്കുവാനായിട്ട് മസ്ലഹത്തുക, അല്ലെങ്കിൽ ഒരു ജയിൽ ബന്ദിയായ ആളുണ്ട് അയാളെ ബുഡ്പാട്ടുക വേനായിട്ട് ഒരാൾ കടാക്കിയിട്ടുണ്ടായെങ്കിൽ അയാൾക്കും എന്താക്കാം കട വീട്ടുക വേനായിട്ട് നമുക്ക് സക്കാത്ത് കൊടുക്കാം. 6ാമത് സക്കാത്ത് വാങ്ങുക അർഹരായ ധർമ്മയോധർ ഫീ സബീലില്ലാണ്ടുള്ള ഇസ്ലാമി സർക്കാർ ഉള്ളവിടെ സർക്കാരത്തെ പൈസ സാലറി വാങ്ങാണ്ട് എടുക്കാണ്ട് ധർമ്മ യുദ്ധத்துக்கு റെഡിയായി നിന്നെങ്കത്തെ യോദ്ധാക്കൾ അങ്ങാണ് ഫീ സബീലില്ല. അങ്ങ മാത്രമാണ് ഈ ഫീ സബീലില്ലാൽ പെടുന്നത്. എന്തെന്തായിരിച്ചെങ്കിൽ ഫീ സബീലില്ലാന്ന് ചെന്നിട്ട് എല്ലാ അള്ളാഹുടെ മാർഗത്തിൽ ദീനിക്ക് വേനായിട്ട് പോരാട്ടാക്കണമെങ്കിൽ എല്ലാ ആൾമാർ ആ വകുപ്പിൽപ്പെട്ടവർ പത്രിക നടത്തുറങ്ങ, അതുപോലെ സ്ഥാപന നടത്തുന്ന ആൾമാർ ഞങ്ങൾ ഫീ സബീലില്ലാന്ന് ചെന്നിട്ട് സക്കാത്ത് എടുക്കാറ്. അതൊരിക്കലും അങ്ക് സക്കാത്ത് കൊടുത്തെങ്കിൽ സക്കാത്ത് വീട്ടിലാന്ന് ചൊല്ല ബോധം നമുക്ക് വേണു പത്രിക ആക്കിറങ്ങുക അല്ലെങ്കിൽ സ്ഥാപന നടത്തിറങ്ങുക, അങ്കൊന്തും ചാനലിന്റെ അങ്ങുക ഇസ്ലാമിന്റെ പേരിൽ ചാനലുണ്ട് എങ്കിൽ അങ്കൊന്തും സക്കാത്ത് കൊടുത്തെങ്കിൽ അത് ഫീ സബീലില്ല പെടില്ല. ധർമ്മപ്രചാര ചട്ടുവട്ടിക്ക് ഫീ സബീലില്ല ബലസിറുത് ഒരിക്കലും എന്തല്ല ശരിയല്ല. മസീദ് നിർമ്മാണത്തിന് പത്രികയ്ക്ക് സമ്മേളനാക്കുക സക്കാത്ത് എടുക്കുന്നത് ശരിയല്ല. പിന്നെ 7ാമത് മുക്തി കരാറു ഉള്ള എനിക്കത്തെ അടിമ അഥവാ സയ്യിദ് ഇത്ര പൈസ തന്നെങ്കിൽ നിന്നെ ഞാൻ മോചിപ്പിക്കാൻ ചെന്ന എങ്കിൽ ആ അടിമക്ക് എന്താക്കാം സക്കാത്ത് കൊടുക്കാം. 8ാമത് യാത്ര പോണ്ടെങ്കിൽ ധർമ്മസമ്മത്ത യാത്രകളുള്ളെങ്കിൽ തെരുൾ വെച്ചിട്ട് കുടുങ്ങിയിട്ടുണ്ടായെങ്കിൽ അയാൾക്ക് എന്താക്കാം സക്കാത്ത് കൊടുക്കുക. ഒരു നിശ്ചിത ജാഗ്രത ഒരു ഗുരിയില്ലാണ്ട് നട്ടം തിരിഞ്ഞുകൊണ്ടുള്ള ആള് ഈ വിഭാഗത്തിൽ പെടില്ല. അപ്പൊ യാത്രിക്ക് സക്കാത്ത് കൊടുക്കുക. ആ യാത്രിക്കാൻ ചൊല്ലതിൽ വലിയ പണക്കാരായിട്ടിരിക്കും. ഉദാഹരണത്തിന് വലിയൊരു കോട്യാധിപതി യാത്ര പോയിട്ട് തെരുൾ കുടുങ്ങിത്തായാലും എങ്കിൽ യാത്രിക്കാൻ ചൊല്ല വകുപ്പിൽ അയാൾക്ക് എന്താക്കുക സക്കാത്ത് കൊടുക്കുക. അപ്പൊ ഈ 8 വിഭാഗം അല്ലാത്ത വേറെ ആറും സക്കാത്ത് അർഹരാവില്ല. ഹത്തീബ്, ഇമാമു, മുഅദ്ദിൻ, മുതഅല്ലിമുൻ ചൊന്ന ഇങ്ങാറും സക്കാത്ത് അർഹത ഉള്ളെങ്കിൽ താൽമാരല്ല. പിന്നെ ഹജ്ജിക്ക് പോകുന്ന ഒരാൾ ഭർത്തായിട്ട് നിരീക്ഷിച്ച പൈസ അയാൾക്ക് ആ ടൈമിൽ കിട്ടില്ലാണ്ടെങ്കിൽ യാത്രിക്കാൻ ചൊല്ല വിഭാഗത്തിൽ പെടുത്തിട്ട് എന്താക്കാം അയാൾക്ക് സക്കാത്ത് കൊടുക്കുക സാധ്യമാവും. അപ്പൊ ഈ 8 വിഭാഗത്തില് ഇണ്ട് ഞങ്ങളെ ഇന്ത്യ പോലത്തെ രായത്തില് വെറും 5 ആളെ മാത്രം കാണുക സാധ്യമാവില്ല. യാത്രിക്കാൻ പിന്നെ 8 വിഭാഗമാണ് ഇപ്പൊ വിശദീകരിച്ച്. അതില് ഞങ്ങളെ ഇന്ത്യ പോലത്തെ രായത്തില് ആരില്ല, പിന്നെ അടിമട കാണുക സാധ്യമാവില്ല. അതുപോലെ സക്കാത്ത് സംഗ്രഹാക്കണമെങ്കിൽ താമിലീങ്ങളെ കാണുക സാധ്യമാവില്ല. ധർമ്മയോധറും ജിഹാദ് ആക്കണമെങ്കിൽ താൽമാരെ കാണുക സാധ്യ. ഈ 3 അല്ലാത്ത ബാക്കി 5 വിഭാഗം ഫക്കീർ, മിസ്കീൻ ഏകദേശം എല്ലാ മൊഹല്ലത്തിലുള്ളാറ്, ധർമ്മസമ്മത്ത യാത്ര ആക്കണമെങ്കിൽ താൽമാറും ലഭ്യമുള്ളാറ്, അതുപോലെ നവമുസ്ലിമീങ്ങൾ ലഭ്യമുള്ള ഉണ്ടാവും ചാൻസ് ഉണ്ട്. പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഉള്ളത് യാത്രിക കടക്കാർ അങ്ങും ഉണ്ടാവും ചാൻസ് ഉണ്ട്. അപ്പൊ എത്ര ആൾ കൊടുക്കണമെന്ന് ചെന്നെങ്കിൽ ഇപ്പൊ ഈ 5 വിഭാഗം അല്ലെങ്കിൽ 8 വിഭാഗത്തെ എല്ലാരെയും തേടി പിടിച്ചിട്ട് കൊടുക്കണം, എല്ലാവർക്കും കൊടുക്കണം. ഇനി ചെമ്മ അർഹരായ ആൾമാർ ചെമ്മ ഉള്ളവരുണ്ടായെങ്കിൽ പ്രതി വിഭാഗത്തിൽ കനിഷ്ഠ 3 ആൾക്കായെങ്കിൽ എന്താക്കണം കൊടുക്കുക നിർബന്ധ. പ്രതി വിഭാഗത്തിനും ഒരുപോലെ ഹഞ്ചിക്കാക്കണം. ഉദാഹരണത്തിന് മസാക്കീൻ ചൊല്ല വകുപ്പ് 1 ലക്ഷം ഉണ്ടായെങ്കിൽ ഫുഖറാ ചൊല്ല വകുപ്പ് 1 ലക്ഷം, യാത്രിക ചൊല്ല വകുപ്പ് 1 ലക്ഷം, അങ്ങനെ പ്രതി വിഭാഗത്തിന് ഒരുപോലെ ഹഞ്ചിക്കാക്കണം. പ്രതി വിഭാഗത്തിലുള്ള വ്യക്തികൾക്ക് ഒരുപോലെ ഹഞ്ചിക്കാക്കേണ്ട ഗതിയില്ല. ഒരു 10 യാത്രികമാരുള്ളവരുണ്ടായെങ്കിൽ ഒരുത്തക്ക് 10,000 പിന്നെ ഒരുത്തക്ക് 20,000 അങ്ങനെ കൊടുക്കുക സാധ്യമാവുള്ളൂ. പിന്നെ റായത്തെ ഒരുത്തക്ക് മാത്രം കൊടുത്തിട്ട് ബാക്കിയുള്ള ആൾമാരെ കടകൻ പിന്നെ ബുടവു തീര. മൊത്തത്തിൽ സക്കാത്ത് കൊടുക്കണ 8 വിഭാഗം. ആ 8 വിഭാഗത്തിൽ ആരെല്ലാം ഉള്ളവരും ചൊന്നിട്ട് ഞങ്ങളെ തേടി പിടിച്ചിട്ട് അർഹരായ ആൾമാർക്ക് സക്കാത്ത് കൊടുത്തെങ്കിൽ മാത്രം സക്കാത്തിലെ ഞങ്ങളെ നിർബന്ധ വീടുക സാധ്യ. അള്ളാഹു തൗഫീഖ് ആക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.